യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നിനക്ക് വേണ്ടി കുരുക്കിട്ട സാരി തന്നെ ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കും. ഈ അടവൊന്നും എന്നോട് ഇനി വേണ്ട. എന്ത് സങ്കടം കണ്ടാലും അലിഞ്ഞു പോകുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ ഇല്ല. സഹിക്കാവുന്നതിൽ കൂടുതൽ ഞാൻ സഹിച്ചവളാ. ക്ഷമിക്കാവുന്നതിനപ്പുറം ക്ഷമിച്ചു. അപ്പൊ എനിക്കെതിരെ കൊലവിളിയായിട്ട് വന്നില്ലേ? ശരിക്കും പറഞ്ഞ പോലീസിൽ പരാതിപ്പെടേണ്ട കേസായത്. പിന്നെ എന്റെ ചേച്ചി ഈ അവസ്ഥയിൽ കിടക്കുന്നുണ്ടോ വേണ്ടെന്ന് വെച്ച്. പക്ഷെ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മൾ എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും ഒരംശം പോലും നമുക്ക് തിരിച്ചു കിട്ടില്ലെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ഭരത്തും അരുന്ധതിയും തമ്മിലുള്ള പ്രശ്നം വലുതാക്കാൻ വേണ്ടി എന്നെ ഇരയാക്കാനാ നിങ്ങളും ശ്രീപ്രിയയും കൂടി ശ്രമിച്ചത്. എന്നിട്ടിപ്പോ പുതിയ അടവായിട്ട് വന്നിരിക്കുന്നു. മുമ്പൊരിക്കല് എന്നെ വണ്ടിയടിച്ച് കൊല്ലാൻ ആരോ നോക്കി. അന്ന് സൂര്യേട്ടൻ എന്നെ രക്ഷിച്ചത്. ഇപ്പൊ എന്റെ ചേച്ചി അതുപോലെ കൊല്ലാൻ നോക്കി. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഈശ്വര, ഇവളെല്ലാം നേരിട്ട് കണ്ടതുപോലാണല്ലോ പറയുന്നത്. എനിക്കിപ്പോ കഴിഞ്ഞതെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അന്ന് എന്റെ കവലില് നിങ്ങൾ അടിച്ചതിന്റെ പാട് കണ്ടിട്ടാ മഹിളാ സംഘടനയിൽ ചേച്ചി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അതിന്റെ ദേഷ്യം ഇന്ന് നിങ്ങൾക്ക് എന്റെ ചേച്ചിയോടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ എന്റെ ചേച്ചിയെ കുറ്റപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് മതി. ഇനിയും ഞാനെല്ലാം സഹിച്ചും കണ്ടും ജീവിക്കാൻ നിന്നാ ഇനി എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും പൊടി പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പേടിക്കണ്ട, ഞാനായിട്ട് ഇനി നിങ്ങളുടെ മകനെ തേടി വരില്ല. എന്നെ വേണമെങ്കിൽ മാത്രം അഭി വന്നോട്ടെ. അല്ലെങ്കിൽ പുന്നാര ഏട്ടന്റെ മകളെയും കെട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാനും എന്റെ ചേച്ചിയും ചോദിക്കാൻ വേണ്ടി വരില്ല. നീ എന്തൊക്കെയാ ഭാമയി പറയുന്നേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഞാൻ പറയുന്ന കൂടി നീ ഒന്ന് കേക്ക്. ഇനി ഒരിക്കലും ഒരു കാരണം കൊണ്ടും ഞാൻ നിന്നെ ദ്രോഹിക്കില്ല. ഒരിക്കലത്തേക്ക് മാത്രം നീ എന്നോട് ക്ഷമിക്ക്. എന്റെ അഭിയെ എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ തെറ്റല്ല എനിക്കിപ്പോ മനസ്സിലായി. നോക്ക്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഈ മഹാഭാവിയോട് ക്ഷമിക്ക് മോളെ. ദയവായി എന്റെ മോനെ എന്നിൽ നിന്ന് പിരിക്കരുത്. ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. ഇതിലും ഭേദം നിനക്ക് പോയി തൂങ്ങി ചത്തോടെയാൻ പാലികേ. നാണോ ഇല്ലേ നിനക്ക്? സ്വന്തം മരുമകളുടെ കാലി വീണ് കരയാനും മാപ്പ് പറയാനും. ഗായത്രി, മതി. കൊറേയൊക്കെ ഞാനും കേട്ടോണ്ട് തന്നെയാ നിന്നത്. എന്റെ മോളെ കൊല്ലാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും എങ്ങനെയാ ഇവിടെ വരാൻ തോന്നിയത്? ഇതുവരെ ഈ വിവരം ഞാൻ മായോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ സേതു എങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്റെ തറവാട് പോലും അവിടെ ഉണ്ടാവത്തില്ല. സ്വന്തം മകന്റെ ഭാര്യയോട് ക്രൂരത കാണിക്കുന്ന ധാരാളം അമ്മമാർ ഈ ലോകത്തുണ്ട്. അവരിലൊന്നും നിന്റെ അത്ര ദുഷ്ടയായിട്ട് ഒരു അമ്മയുണ്ടാവില്ല. ഇവരെന്നോട് പറഞ്ഞത് അമ്മ കേട്ടില്ലല്ലോ. എന്നെ കൊല്ലാൻ നോക്കിയതല്ല, ഞാൻ മരിച്ചു പോയെന്ന് കരുതി എന്നെ കെട്ടിത്തൂക്കാൻ പോയതാണെന്ന്, ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ. നീയൊക്കെ മനുഷ്യ ജന്മത്തിൽ പിറന്നത് തന്നെയാണോ? നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം എന്റെ ഭാവന തന്നിട്ട് തന്നെയല്ലേ അഭിയുടെയും ഇവളുടെയും കല്യാണം നടത്തിയത്? എന്നിട്ടും നിങ്ങൾക്ക് പണത്തിനോടുള്ള ആർത്തി തീർന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മകളെ അഭിയിൽ നിന്നും വേർപെടുത്തണം അല്ലേ? നീ ഒരമ്മയാണോ? ഒരമ്മയും ഒരിക്കലും ചെയ്യാത്ത കാര്യമാ നിങ്ങൾ നിങ്ങളെ ഏട്ടനും കൂടി ചെയ്യാൻ നോക്കിയത്.
നിങ്ങൾ എന്റെ മോളെ മാത്രമല്ല നിങ്ങളുടെ മകന്റെ കുഞ്ഞിനെയും കൂടെ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. എന്നിട്ട് ഇപ്പൊ പുതിയ നാടകമായിട്ട് വന്നേക്കുന്നു. നോക്കേ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ശവം ഈ വീട്ടിനകത്ത് കാണും. ഗായത്രി, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ. ദയവായി അഭിയോട് കഴിഞ്ഞതൊന്നും പറയരുത്. അഭിയോട് പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അമ്പാലികെ ചെല്ല, ഇല്ലെങ്കിൽ ചിലപ്പോ ഞാൻ അല്ലാതായിന്ന് വരും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തീർത്താ തീരാത്ത വേദനയില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ വയ്യ. എന്റെ മോളോടും ഈ കുടുംബത്തോടും ആർക്കൊക്കെയോ തീർത്താൽ തീരാത്ത പകയുണ്ട്. അതിലൊരാളാ നിങ്ങള്. കൂട്ടിന് നിങ്ങളുടെ ഏട്ടനും. എന്റെ 2 മക്കളെയും കൊല്ലാൻ നോക്കിയതിന്റെ പിന്നിൽ നിങ്ങളാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ ഗായത്രി. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോ ഭാമയെ കൊല്ലാൻ നോക്കിയതോ? ആരും നടത്താത്ത ചടങ്ങ് നടത്തി സ്വന്തം മേട്ടനെ കൊണ്ട് ഭാമയുടെ സാരിയിൽ തീ പിടിപ്പിച്ച് ഭാമയെ കൊല്ലാൻ നോക്കിയതിന്റെ പിന്നിലും നിങ്ങൾ തന്നെ ആവാനാ കൂടുതൽ സാധ്യത. അയ്യോ, ഞാനല്ല ഗായത്രി, സത്യമായിട്ട് ഞാനല്ല. അതൊക്കെ ഒപ്പം നിന്നിട്ട് ഏട്ടൻ തന്നെ ചെയ്തതാ. ശരിക്കും ഏട്ടൻ എന്നെ കൂടി ദ്രോഹിക്കാനാ നോക്കിയത്. എന്നിട്ടാണല്ലേ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഏട്ടനെ കൂട്ടിന് കൂട്ടിയത്? പറയടി, പറ. നിങ്ങളുടെ ഏട്ടൻ ഇത്രയും വലിയ ചതി ചെയ്തിട്ടും പിന്നെ നിങ്ങൾ എന്തിനാ അവനെ വീട്ടിൽ കയറ്റിയത്? വിട്ടേക്കമ്മേ, നമ്മൾ എത്ര വിചാരിച്ചാലും ഇത് നന്നാവാൻ പോകുന്നില്ല. ഇവള് ദീർഘസുമംഗലിയായിട്ടിരിക്കണമെന്നുള്ളത് എന്റെ ഭാവനയുടെയും കൂടെ ആഗ്രഹമാ. അതുകൊണ്ട് മാത്രം ഇപ്പൊ നിങ്ങളെ ഞാൻ വെറുതെ വിടുക. എന്റെ മോളിനി ആ വീട്ടിൽ വന്ന് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം. ആദ്യം എന്റെ ഭാവന സുഖമായിട്ട് വരട്ടെ. നിങ്ങൾക്ക് പോവാ. നിങ്ങളോടല്ലേ പോവാൻ പറഞ്ഞേ? ഭാമേ, അവരെ സൂക്ഷിക്കണം. ഇനിയും അവള് വരും, പുതിയ അടവുകളുമായിട്ട്. വരട്ടെ അമ്മേ, ഇനി എനിക്കറിയാം എങ്ങനെയാ നേരിടേണ്ടെന്ന്. അമ്മേ മഹാമായേ, എന്റെ ഭാവനയ്ക്ക് ഒരു ആപത്തും വരുത്താതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് അവളെ തിരിച്ചു തരണേ. ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് എന്റെ കുഞ്ഞിനെ നീ കാത്തോളണേ. എന്റെ കുഞ്ഞിനോട് ഇതുപോലൊരു ചതി ചെയ്തവരാരായാലും ശരി, അവരെ വെളിച്ചത്ത് കൊണ്ടുവരണേ. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ ജീവിച്ച എന്റെ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ച ആരാണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണേ ദേവി. സൂര്യമോനോടൊപ്പം ദീർഘസുമംഗലിയായിട്ട് എന്റെ മോള് ജീവിക്കുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് നീ തരണേ ദേവി.